98 99 100. കലങ്ങിയില്ല. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ ഷർട്ടും മുണ്ടൊക്കെ ചുറ്റി ഈ ഡമ്പിളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് അല്ലേ. ഞാൻ ഈ ഓണസദ്യയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡയറ്റും തുടങ്ങി ജിമ്മിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ജിമ്മിൽ ശരിക്കും എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലാതെ പിന്നെ അവരെ ഈ ഓണവിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജിമ്മിലേക്ക് വന്നതാണ്. ഇവിടെ ഞാൻ മാത്രമല്ല ഉള്ളത്, കുറച്ച് ജിമ്മന്മാരും കൂടി ഉണ്ട്. അപ്പൊ ഈ ഓണം നമുക്ക് ജിമ്മന്മാർക്കൊപ്പം ആഘോഷിച്ചാലോ? കലങ്ങിയില്ല. ജിമ്മന്മാരാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് അത്ര വലിയൊരു ബോഡി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഇവര് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് ആണ്. ഇവരാരും സ്റ്റിറോയിഡ്സ് ഒന്നും എടുത്തിട്ടില്ല. ഇവര് കോമ്പറ്റീഷന് പോകുന്നവരാണ്. മിസ്റ്റർ കേരള ഒക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പൊ എന്താ എല്ലാവരും ഓണൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്കൊരു പാട്ടായാലോ? തമ്പുരാനെത്തിടും മുമ്പേ കരിങ്ങാൽ കൂട വലിച്ചാട്ടെ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താരക പെണ്ണാളെ കരിയാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്ങാളെ കോല വലിച്ചാട്ടെ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ. ഓക്കെ, ഞാൻ പാട്ട് പാടാൻ ചോദിച്ചപ്പോ ഇവർക്കൊക്കെ മടിയായിരുന്നു, പഠിച്ചിട്ടില്ലെന്ന്. പക്ഷെ നിങ്ങളൊക്കെ പാടുന്നുണ്ടല്ലോ. ഏട്ടൻ പാടുന്നുണ്ട് തുടക്കത്തിലേ പറയാം. നീ മാത്രമേ മിണ്ടാതെ, നിന്നെ ഒറ്റയ്ക്ക് ഒരു പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അത് പിടിച്ചോളൂ. ഇനി ഞാനൊരു കാര്യം ചോദിച്ചു. ഞാൻ ഈ ജിമ്മിക്ക് വന്നത് മെയിനായിട്ട് ഞാൻ ഈ ഓണം കഴിഞ്ഞാൽ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. ആണോ? ആണോ? മോട്ടിവേറ്റഡാ. എന്താണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഒരു ഉപദേശം? ജിമ്മിൽ പോയാൽ മാത്രം പോരാ, അവിടെ ഇൻസ്ട്രക്ടർ പറയണതനുസരിച്ച് ഡയറ്റ് ചെയ്യുക, അതൊരു പാഷനായിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഡെയിലി എണീക്കുന്നു, കുളിക്കുന്നു, പല്ലേക്കുന്നു, അത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന അതുപോലെ ഒരു കാര്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ലൈഫ് ലോങ് ഉപകാരപ്പെടും. പക്ഷേ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് ഒരു ഇൻസ്ട്രക്ടറും പറയില്ല. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ ഇതിപ്പോ 2 ബിരിയാണി കഴിക്കണമെന്നില്ലല്ലോ. അതെ, പിന്നെ ഇത് ഏത് മനുഷ്യനായാലും ഒരാഴ്ചത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞുമ്പോ ഓക്കെയാണ്. നിങ്ങളിപ്പോ ഈ ഓണൊക്കെ ആയിട്ട് ഡയറ്റിലാണോ എല്ലാരും? കണ്ടോ, ഓണമായിട്ട് എല്ലാരും ഡയറ്റ് കട്ട് ചെയ്തില്ല. ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഡയറ്റ് സെപ്പറേറ്റ് ആണ്. അല്ലാണ്ട് നോർമലി ഇപ്പൊ ഒരുപാട് ബീഫ് കഴിക്കാണ്ട് റെഡ് മീറ്റ് ഒഴിവാക്കുക, പിന്നെ വൈറ്റ് റൈസ്, അതുപോലെ വൈറ്റ് ആയിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കുന്നത്, ബീഫ് ഓയിലി ഫുഡ്സ്, അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ സെറ്റ് ആവും. ഉറപ്പായിട്ടും വെയിറ്റും കുറയും, എല്ലാം. അത് ഈ പറഞ്ഞോട്ട് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ ഒഴിവാക്കാം. പിന്നെ നമ്മളൊരു 80% ആളുകൾക്ക്, മലയാളികളെ സംബന്ധിച്ച് ഒരു 40 വയസ്സിന് ശേഷം എല്ലാവർക്കും അസുഖങ്ങളൊക്കെ വന്നു കൊടുക്കും. ശരിക്കും 40 വയസ്സിന് ശേഷമാണ് എല്ലാവരും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഗ്രൗണ്ട് വർക്കൗട്ട് ചെയ്തു തുടങ്ങിയതാണ്. എനിക്കിപ്പോൾ 41 വയസ്സായി. എൻ്റെ വീട്ടില് നേരത്തെ ഒരു 16-17 വയസ്സ് തൊട്ട് ഞാൻ ഗ്രൗണ്ട് വർക്കൗട്ടും ചിന്നപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. റെഗുലറായിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തുണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ലൈഫ് സ്റ്റൈലായിട്ട് അത് കൊണ്ടുനടക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ഫിറ്റ്നസ് നിലനിൽക്കും. പിന്നെ ഈ പറഞ്ഞോണ്ട് നമുക്കൊരു ബോഡി ഫിറ്റ്നസ് നിലനിർത്താനുള്ള രീതിയാണെങ്കിൽ ആ ഒരു രീതിയിൽ പോയാൽ മതി. കോമ്പറ്റീഷൻ ലെവലാകുമ്പോൾ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി, സെറ്റ് ആവും. ഓക്കെ, കൊള്ളാം. ഫുഡ് ഒഴിവാക്കി അത് കുറച്ച് പാടാ, എന്നാലും ഞാൻ ജിമ്മിൽ പോയിരുന്നു. എനിക്കൊരു ട്രെയിനറൊക്കെ ഉണ്ട്. അവൻ ഇത് കാണുകയാണെങ്കിൽ അവൻ പറയണേ, പിന്നെ ഞാൻ അവിടേക്ക് പോയില്ല, അത്രേ ഉള്ളൂ. ഇപ്പോ ഈ നമ്മൾ ഈ പ്രേമം പൊട്ടിക്കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ജിമ്മിൽ പോയിട്ടുണ്ടോ? അറിയില്ല. എല്ലാവരും അതേ മോട്ടിവേഷനിൽ വന്നവരാണ്. ചേട്ടാ, നിനക്ക് എന്തോ പറയാം, നീ എന്തിനാ ജിമ്മിൽ പോകാൻ തുടങ്ങി?
ട്രെയിനറാണോ ഇവൻ? ഇവനാണ് ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. ആ ഓക്കെ, നിന്റെ ബോഡി ഷോ. ഓക്കെ, ഓക്കെ, നീ ഇത് പഠിച്ചതാണോ? ഇവിടെ നിന്നോണ്ട് തന്നെ പഠിച്ചതാണ്. ഇപ്പൊ എത്ര വർഷമായി? 20 വയസ്സല്ലേ ഉള്ളൂ? 18 വയസ്സിൽ കയറിയതാണ്. പഠിക്കുന്നുണ്ടോ നീ? ഇതിന്റെ കോഴ്സ് ഇപ്പൊ കഴിഞ്ഞു. അല്ല, ജിം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ജിം തന്നെയാണ് ലക്ഷ്യം. പ്രൊഫഷൻ ഭാവിയിലെ വലിയൊരു ട്രെയിനറാണ്. എല്ലാരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് ജോലിക്കിടയിൽ പോകാൻ പറ്റില്ല, തിരക്കാണ്, സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. നമുക്ക് സുഖമായിട്ട് പോവാം. ഒരു മണിക്കൂർ ചെയ്താൽ മതി വർക്കൗട്ട്. പിന്നില്ല, പക്ഷെ പറ്റില്ല ആർക്കും. നടക്കണതിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല, നടന്നാ മതി. ഏറ്റവും ബെറ്റർ പ്രായമുള്ളവർക്ക് നടന്നാ മതി. എല്ലാവർക്കും ജിമ്മിൽ വരാനുള്ള പിന്നെ ഇപ്പൊ സ്പോർട്സ് ഐറ്റംസിൽ എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജിം. നല്ല പൈസ മുടക്കുന്നുണ്ട്, നല്ല രീതിയിൽ പൈസ മുടക്കും. വരില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു ചോറ് ഒഴിവാക്കിയിട്ട് ഒരു 5-10 മുട്ട കഴിക്കുന്നതിന് അതിന് മാത്രം പൈസ വന്ന കേസല്ല. നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ ആർക്കും പറ്റും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ. നിങ്ങളുടെ ഓണം ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ്? ഓണം കഴിഞ്ഞ വർഷത്തെ ഓണം നമ്മുടെ അടിപൊളിയാണ്. ജിമ്മിലായിരുന്നു. ഇപ്രാവശ്യം എന്ത് ചെയ്തില്ല? ഇപ്രാവശ്യം ഞങ്ങളുടെ ഒരുപാട് പിള്ളേര് പുറത്തേക്ക് പോയി. ഓക്കെ, അവര് എല്ലാവരും ഒരു 10-20 പിള്ളേര് കല്യാണവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇത് ചേട്ടാ പറഞ്ഞോട്ട് ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 1.5 വയസ്സുള്ള ഒരു കൊച്ചു ഇപ്പൊ ഉണ്ട്. ഇതിന്റെ ഇടയിലാണ് വൈഫ് ഈ പറഞ്ഞ മുട്ട ഒഴുകി തരുന്നത്, ഓട്സ് ഇളക്കി തരുന്നത് ഒക്കെ. അതിനൊക്കെ ടൈം കണ്ടെത്തുന്നുണ്ട്. ചേച്ചിക്കാണ് ഒരു സല്യൂട്ട്. ആ സല്യൂട്ട് ഉറപ്പായിട്ടും കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ വർക്കിന് പോണവരാ. നമുക്ക് വീട്ടില് ഇരുന്ന് ഇത് മാത്രമായിട്ട് ഇരിക്കാനും പറ്റൂല, ഒരു പരിധി വരെ നടക്കൂല. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഗെയിംസിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവരുടെ കലാപരമായ കഴിവുകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ടാസ്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ ടാസ്ക്, ഒറ്റ ശ്വാസത്തിൽ ഒരു പാട്ട് പാടണം. ആ പാട്ട് ആര് പാടും എന്നതാണ് ചോദ്യം. പാട്ട് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ളതാണ് പാട്ട്. ആ ഓക്കെ, ചേട്ടൻ ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ നമുക്ക് ആ പാട്ട് പാടി തരുമായിരിക്കും. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൻ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി, പാടൂ നാട്ടുമൈനേ കൂടെയാടൂ ചോലമൈനേ. അത് സൂപ്പർ ആയിരുന്നു. ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തില്ല. സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ പിന്നെന്താ, ചന്ദനമണി സന്ധികളുടെ പാടോ? ഓക്കെ, അതെ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈരത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം താളക്കൊമ്പത്തു അതാണ്. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. നീ പാടുന്നോ? നിനക്ക് ഞാൻ സ്പെഷ്യലായി ചന്ദ്രമണി സന്ധികളിൽ തരാം. നല്ല പാട്ടാ, പറ്റും. നീ ഒന്നും ഇല്ലെങ്കിൽ മിസ്റ്റർ കേരളയല്ലേ. എന്നാ ഞാൻ നിന്നോടൊരു കുസൃതി ചോദ്യം ചോദിക്കാം. അത് പറ്റും. നല്ല ചോദ്യമാ, സിമ്പിൾ. മുന്നിൽ വാലുള്ള ജീവി ഏത്? എന്തുകൊണ്ട് കോമഡിയാണോ? കുസൃതി ചോദ്യവാ. അല്ല, ഇത് എനിക്ക് അതെ കുസൃതി ചോദ്യവാ. മുന്നിൽ വാലുള്ള ജീവി. മുന്നിൽ വാലുള്ള ജീവി. കമോൺ. അവളൊക്കെ എവിടെയാ വാല് മുന്നിൽ? എന്നാലും അതിനൊരു സാമ്യമുണ്ട്. നീ പറഞ്ഞതുമായി ഒരു ബന്ധമുണ്ട് അതിന്. യെസ്, കറക്റ്റ്. വെരി ഗുഡ്. എങ്ങനെയുണ്ട്? താങ്ക് യു. എന്തുകൊണ്ടാണ് തേനീച്ച മൂളുന്നത്? തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അതെ, അല്ല. തോറ്റിയിൽ എനിക്ക് പോയിന്റ് കിട്ടും.
കുസൃതി ചോദ്യം കേട്ടോ നിങ്ങൾ. ആ എന്തുകൊണ്ടാ മൂളുന്നേ? അല്ല, സംസാരിക്കാൻ പറ്റാത്തോണ്ട്. ഇതെനിക്ക് നിങ്ങളാരും എന്റെ ക്വസ്റ്റ്യൻ അല്ല, പ്രൊഡക്ഷൻ ടീം തന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാത്ത സാധനം. നല്ല ചോദ്യം അത്. യെസ്, ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. പറയൂ. എപ്പോഴും തറയിലാണ് കിടക്കുന്നത്, പക്ഷെ അഴുക്ക് പറ്റത്തില്ല. തറയിൽ നിലത്ത്. ചിന്തിക്കൂ. പറ്റും. തോറ്റാ? അറിയട്ടെ. നിഴൽ. കണ്ടോ? നിഴല് പിന്നെ ഇടയ്ക്ക് എനിക്ക് പോത്തൊന്നുമില്ലല്ലോ. ശരിയാണല്ലോ, പെട്ടുപോയി. ഈ ക്വസ്റ്റ്യൻ കട്ട് ചെയ്യാട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നതിനിടയിൽ നമ്മുടെ കുമ്മൻ അടിച്ചുകൊണ്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അലൻ. ഓക്കെ, അലനെ കുറിച്ച് അലൻ പറഞ്ഞു തരും. അലൻ കുറച്ച് ലേറ്റ് ആയി, പങ്ക്ച്വലായി വരണമായിരുന്നു അലൻ. അലൻ പറ, പേര് പറ. എന്റെ പേര് അലൻ. ഞാൻ സെന്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്ത് 1 ഇയർ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആശാൻ എന്നെ ഈ കോമ്പറ്റീഷൻ ജയിക്കാൻ IPSലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ആൽബർട്ട്സിൽ ഇപ്പോൾ അടുത്തൊരു കോമ്പറ്റീഷന്റെ പ്രിപ്പറേഷനിലും കൂടിയാണ്. പുഷപ്പ് ചലഞ്ച് ആണ്. ആര് ഏറ്റവും കൂടുതൽ പുഷപ്പ് എടുക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നേരം പുഷപ്പ് എടുക്കും നോക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഞാൻ 1 2 3 പറയാം, ഫൗള് കാണിക്കരുത്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. പോകുന്നില്ലേ? കം ഓൺ. 1 തോൽവിടാൻ മടിക്കുന്നു തോന്നുന്നില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ പോയിട്ട് വന്നതല്ല. എത്ര വരെ അടിക്കും നിങ്ങളൊക്കെ? ഇല്ല, എങ്ങനെ കൗണ്ട് ചെയ്യാനാ? ഞാൻ ഓരോരുത്തർ ഓരോ സ്പീഡിലാണ് അടിക്കുന്നത്. ഇത് 21 26 നമ്പർ പറയാൻ പറ്റുമോ? 28 40. ഓ, അങ്ങനെ ഇവൻ തോൽപ്പിക്കുകയാണ്. അടുത്തതാരാണ് തോൽവി സമ്മതിക്കാൻ പോകുന്നത്? വിട്ടുപൂർത്തിയാണോ? 45. സൗണ്ട് വരുന്നുണ്ട്. ഇവര് തമ്മിലാണ് മത്സരം. അവസാനം തോറ്റിരിക്കുകയാണ്. കണ്ടു പഠിക്കണം, മനസ്സിലായോ നമുക്ക്? ഇന്ന് ചേരണം കേട്ടോ. നീ ഒരു പുഷപ്പ് അടിച്ചിട്ട് പോവോ? ഓക്കെ, നമുക്ക് വേണ്ടി രാഹുൽ പുഷപ്പ് കാണിച്ചു തരുന്നതായിരിക്കും. 55 എണ്ണം കേട്ടോ ഇവിടെ ഹൈ സ്കോർ. നമുക്ക് ഞങ്ങളുടെ ക്രൂവിന്റെ മാനം കാത്തുകൊണ്ട് രാഹുൽ 10 പുഷപ്പ് എടുത്തിരിക്കുന്നതാണ്. എന്ന് നമുക്ക് പ്ലാങ്ക് ഓണും ചെയ്യാം. ഒരുമിച്ച് ചെയ്യാം. തുടങ്ങട്ടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്റെ പ്ലാങ്ക് ശരിയല്ല കേട്ടോ. ഇവൻ ഈ പൂക്കൾ ടാബി നിന്റെ മുടിയുള്ളതോടാണ്. മുണ്ടൊന്നും ഊരിപ്പോരുത്. ഒരു മിനിറ്റ് ആയിട്ടോ.
യെസ്, ഒരു മിനിറ്റ് ആയല്ലോ. ആരും തോറ്റു കൊടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നൊക്കെ. കാലൊക്കെ നിറക്കുന്നുണ്ട്. എനിക്ക് വയ്യ. എന്നാലും എത്രയോ മാസമായി വർക്കൗട്ട് ചെയ്യാതെ ഇത്ര എഫോർട്ട് എടുക്കുന്നത് സൂപ്പറാണ് നിങ്ങൾ. ഞാൻ പൊളിക്കാൻ പോവാ. അത് നല്ല കാര്യമാണ്. സാരില്ല, പിന്നെ അടുത്ത പ്രാവശ്യം നോക്കാം നമുക്ക്. 2:45. ഇവര് 3 പേരും വിട്ടു കൊടുക്കത്തില്ല. ഇവരൊരു ടാസ്ക്. ഓക്കെ, ചേട്ടൻ ജയിച്ചോ? കാണാൻ എന്റെ പൊന്നെ, എങ്ങനെ സാധിക്കുന്നതൊക്കെ? 5 മിനിറ്റ് 29 സെക്കൻഡ് നിന്നിട്ടുണ്ട്. 5.5 മിനിറ്റ് എങ്കിലും. ഓക്കെ, ഡൺ. അപ്പൊ നമ്മുടെ മ്യൂസിക് വിത്ത് ബോഡി മസിൽ സെക്ഷൻ നമുക്ക് തുടങ്ങാം. ചേട്ടന്മാരുടെ ഓണവിശേഷങ്ങൾ, അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ കഥകൾ കുറച്ചൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വന്ന് കേൾക്കാം. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം പറയല്ലേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. മറ്റൊരു എപ്പിസോഡുമായി ബാക്കി നമുക്ക് വീണ്ടും കാണാം. ചേട്ടന്മാരെ ഹാപ്പി ഓണം പറയാം.